ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എടാ ഒന്ന് വേഗം പോടാ. ഒന്നും മിണ്ടാതിരിക്കമ്മേ. ഹലോ, എന്താ രമ്യേ? മേഡം എത്താറായോ? ഞാൻ ഉടനെ എത്തും. ഒന്ന് വേഗം വാ. വേണമെങ്കിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എടാ ദീപക്കേ, എടാ ഒന്ന് വേഗം വാടാ. സമയം വൈകുന്നു. ദീപക്കേ, അമ്മേ, എടാ നീ എന്തെടുക്കുവായിരുന്നടാ? ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയതാ. നീ പെട്ടെന്ന് വന്നേ, നമുക്ക് പോവാം. വേഗം ചെല്ല്. എന്തുപറ്റിയടാ? അറിയില്ലമ്മേ, സ്റ്റാർട്ട് ആവുന്നില്ല. എടാ ഒന്ന് നോക്കടാ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഇവരെ കൊണ്ട് നല്ല ചൂടല്ലേ? അംബിക മാഡം എത്തുന്നതിന് മുമ്പ് പത്മാവതി മാഡത്തിനെ ഇവിടുന്ന് പറഞ്ഞു വിടണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? ആ പായസച്ചോറ് റെഡിയായില്ലേടി? ആ, നല്ല പാകമായിട്ടുണ്ട്. മധുരമൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ അല്ലേ? എല്ലാം ആവശ്യത്തിനിട്ടിട്ടുണ്ട്. എടി, ഇതില് മുന്തിരി കുറവാണല്ലോ. എന്റെ വേണുവേട്ട എല്ലാം ആവശ്യത്തിനിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞു ശരിയാവില്ല. മുകളിലാകെ ഒരു മുന്തിരി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി അടിയിലുണ്ടാവും. അതൊന്നും പറഞ്ഞു ശരിയാവില്ല. നീ ആവശ്യത്തിനിട്ടില്ല. അയ്യോ, ഈ വേണുവേട്ടനെ കൊണ്ട് തോറ്റല്ലോ. നീ സമയം മെനക്കെടുത്താതെ കുറച്ചുകൂടി മുന്തിരി എടുത്തോട്ട് വരി. ദൈവത്തിന് വെക്കാനുള്ളതാ, നക്കിത്തരം കാണിക്കാൻ പാടില്ല. ഈ മനുഷ്യൻ പോയിട്ടോട്ട് വരി. ഈ മനുഷ്യന്റെ ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല. പത്മാവതി മാഡം വേണമെങ്കിലേ പഞ്ചസാര വൈകിയില്ലല്ലോ. ആ ദാ. അംബിക മാഡം ഇപ്പൊ വരെയും ചെയ്യും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ ദീപക്കേ, ഒന്ന് വേഗം പോടാ. അമ്മ, ഞാൻ മാക്സിമം സ്പീഡിലാ പോകുന്നേ. പിന്നെ റോഡിന്റെ അവസ്ഥ അമ്മ കണ്ടില്ലേ? ഒരുമാതിരത്തെ വളവും തിരിവും ഒക്കെ. ഇനിയും സ്പീഡ് കൂട്ടിയാലേ എതിരെ വരുന്ന വണ്ടിയിൽ എങ്ങനെ ചെന്ന് ഇടിച്ചാ പിന്നെ അതും പണിയാവും. അതുമല്ല, വഴിയിലൊക്കെ മൊത്തം ക്യാമറയും വെച്ചിട്ടുണ്ട്. പിടിച്ച ഫൈൻ അടയ്ക്കണം. ഫൈനൊക്കെ ഞാൻ അടച്ചോളാം. അതിനേക്കാൾ വലിയ അപകടമാ രാജുവിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നെ. അവളെ കയ്യോടെ പിടിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോവും. അമ്മയൊന്നും മിണ്ടാതിരിക്കെ. ഞാനവിടെ എത്തിച്ചെന്നാ പോരെ? എപ്പോ? പത്മാവതി പോയിട്ടോ? എന്റെ അമ്മയെ ഞാൻ ഉടനെ അമ്മ അവിടെ എത്തിക്കാം. അമ്മ എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എന്റെ കോൺഫിഡൻസ് പോവും. ഓ, അവന്റെ ഒരു കോൺഫിഡൻസ്. എടാ, നമ്മൾ അവിടെ എത്തുമ്പോ പത്മാവതി അവിടെ ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വച്ചേക്കില്ല. പ്ലീസ് അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കോ? ഞാൻ മനസമാധാനത്തോടെ വണ്ടി ഓടിക്കട്ടെ. ഓ,
ഏലക്ക പിടിച്ചത്. നല്ല മണം, നല്ല മണമുള്ള ഏലക്കയാ. ആ ഫ്രഷാ. കഴിഞ്ഞ തവണയെ ജയം വന്നപ്പോ കൊണ്ടുവന്നതാ. ഈശ്വര, അംബിക മാഡം ഇങ്ങോട്ട് വരുന്നത് പത്മാവതി മാഡത്തെ കണ്ടുപിടിക്കാനാണെന്ന് ഈ രമ്യയുടെ മുമ്പിൽ വെച്ച് പത്മാവതി മാഡത്തോട് ഞാൻ എങ്ങനെ പറയും? രമ്യേ, നീ വ്രതം എടുത്തിട്ടില്ലല്ലോ? ഇല്ല. അമ്മേ, നമ്മൾ ഈ പായസച്ചോറ് ഉണ്ടാക്കുമ്പോ വ്രതശുദ്ധി ഇല്ലാതെ ഈ രമ്യ എവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? നിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇതേ 21-ാം നൂറ്റാണ്ടാ. പ്രിയേച്ചി ഇങ്ങനെ പഴഞ്ചനായ എങ്ങനെയാ? മോളെ, വ്രതശുദ്ധി ഇല്ലാതെ ദേവിക്ക് സമർപ്പിക്കാനുള്ള നിവേദ്യം ഉണ്ടാക്കുന്നിടത്ത് നിക്കാൻ പാടില്ലെന്നാ. അംബിക മാഡം ഇപ്പൊ എത്തും. അതോടെ തീരും നിങ്ങളുടെയൊക്കെ നിവേദ്യം ഉണ്ടാക്കലും പുരാണവടിയും. രമ്യേ, പ്രിയ നിന്നേക്കാളും വയസ്സിന് മൂത്തതല്ലേ? മീര മാഡം പ്രായത്തിലും അനുഭവത്തിലും നിന്നേക്കാളും ഒരുപാട് മുകളിലുള്ള വ്യക്തിയാ. ഇവര് പറയുന്നത് നിനക്കനുസരിച്ചാലെന്താ? അത് രാധമേ, തർക്കിക്കണ്ട. ഏതു നൂറ്റാണ്ടാണെങ്കിലും ചില കാര്യങ്ങളില് നമുക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കപ്പെടേണ്ടതുവാ. വ്രതം എടുക്കാതെ രമ്യ ഇവിടെ നിൽക്കണ്ട. പ്രിയേ, നീ ജയനെ വിളിച്ച് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കും. ആ ശരി അച്ഛാ. മാഡം, എന്താ വേണേട്ടാ? ഒന്ന് വന്നേ. എടാ, ഒന്ന് വേഗം പോടാ. ഒന്നും മിണ്ടാതിരിക്കമ്മേ. ഛെ. ഹലോ, എന്താ രമ്യേ? മാഡം എത്താറായോ? ഞാൻ ഉടനെ എത്തും. ഒന്ന് വേഗം വാ. വേണമെങ്കിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ പഞ്ചസാര എടുത്തോണ്ട് വരാനെന്നും പറഞ്ഞ് ഇടയ്ക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അത് പഞ്ചസാര ആവശ്യമുണ്ടായിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്നെ ഒഴിവാക്കാനുള്ള വേണമെങ്കിളുടെ അടവാണെന്നാ എനിക്ക് തോന്നുന്നത്. മാഡം ഒന്ന് വേഗം വാ.